ഹലോ ഫ്രണ്ട്സ്, ഹലോ മച്ചന്മാരെ, ഷെബീന വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. ഇത്രയും നാൾ ഞങ്ങൾ ചെയ്ത വീഡിയോ എല്ലാം കുക്കിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പൊതുവെ കൊച്ചുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണ് കഫക്കെട്ട്. നമുക്ക് കുറേ നാളുകളെടുത്തുള്ള കഫക്കെട്ടാണെങ്കിലും പെട്ടെന്നുണ്ടാകുന്ന കഫക്കെട്ടാണെങ്കിലും വളരെ നമുക്ക് നിസ്സാര അധികം ചിലവൊന്നുമില്ലാതെ, അധികം ചിലവെന്ന് പറഞ്ഞാൽ ചിലവൊന്നും പറയാനില്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ ഉള്ള ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചെറിയ കൃഷിയുള്ളവരെന്തായാലും ഉണ്ടാവും. അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളെല്ലാം ഒപ്പിച്ച് നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നൊരു ടിപ്പാണ് ഞാൻ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് പൂർണ്ണമായിട്ടും കഫക്കെട്ട് ശരീരത്തിൽ, ഇപ്പോൾ ചിലവർക്ക് ചെസ്റ്റിലായിരിക്കും, ചിലർക്ക് തൊണ്ട ആ ഭാഗത്തായിട്ടായിരിക്കും, ചിലർക്ക് തലയിലായിരിക്കും, തലവേദന, തൊണ്ട സൗണ്ട് ഇടറൽ, പിന്നെ ചെസ്റ്റിന് പെയിൻ, ഇതൊക്കെ ഈ കഫക്കെട്ട് കൊണ്ടിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിന് നമുക്ക് ഒരു പോംവഴി, ശാശ്വതമായൊരു പോംവഴി, ചിലവില്ലാതെ, സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ പറയാൻ കാരണമുണ്ട്. നമ്മൾ ഈ കഫ് സിറപ്പുകളെല്ലാവരും മേടിച്ച് കഴിക്കാറുണ്ട്. അത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ ദോഷകരമായ സാധനം തന്നെയാണ്. കാരണം അതിൽ നമ്മൾ ഈ കഫക്കെട്ടിന് സ്ഥിരമായിട്ട് കഫ് സിറപ്പ് ഉപയോഗിക്കുന്നവർക്ക് അതൊരു അഡിക്ഷൻ ആവുന്നൊരു മെൻറ്റാലിറ്റി കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചില റിസർച്ചുകളിലെല്ലാം അത് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പം ഞാനീ പറയുന്ന ടിപ്സ് നമ്മൾ തനി നാടൻ ഒറ്റമൂലിയാണിത്. തനി നാടൻ പ്രയോഗത്തിൽ നമുക്ക് കാര്യം എളുപ്പത്തിൽ സാധിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കുറേ നാളുകൾ കൊണ്ടുള്ള തലവേദന, നമ്മൾ കുനിയുമ്പോൾ തലക്ക് വരുന്ന വിങ്ങൽ, തലക്ക് ഒരുപാട് ഭാരമുള്ളതുപോലുള്ള ഒരു ഫീല്, ഇതൊക്കെ ഈ കഫക്കെട്ട് കൊണ്ട് വരുന്നതാണ്. അപ്പോൾ കഫക്കെട്ട് കൊണ്ടിട്ട് നമുക്കിങ്ങനെ സ്ഥിരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കുറേ ബുദ്ധിമുട്ടുണ്ട്. അതായത് പല അസുഖങ്ങൾ, ഈ സ്ഥിരമായിട്ട് വരുന്ന പനി, പിന്നെ വഴിയെ പോകുന്ന എല്ലാ ചീത്ത പ്രശ്നങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് പെട്ടെന്ന് കയറാനുള്ളൊരു എളുപ്പ വഴിയാണ് കഫക്കെട്ട്. അതിനെ നമുക്ക് മാറ്റാൻ വേണ്ടി, അതായത് നമുക്ക് ശരീരത്തിൽ നിന്ന് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ നിങ്ങൾക്കിന്ന് മുന്നിൽ വെക്കുന്നൊരു വീഡിയോ. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വീഡിയോ കാണുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി നിങ്ങൾ വീഡിയോ സ്ഥിരമായി കാണുക, ചാനൽ സ്ഥിരമായി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാം. അപ്പോൾ നമുക്ക് ഒറ്റമൂലിക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, രണ്ട് ടൈപ്പിലുള്ള കഫക്കെട്ടിന് വേണ്ടിയിട്ട് രണ്ട് ടൈപ്പിലുള്ള മരുന്നുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നമ്മുടെ തലക്കകത്ത് വരുന്ന കഫക്കെട്ട്, അതായത് ഈ തലക്ക് ഭയങ്കര ഭാരം തോന്നിക്കൽ, ഫുൾ സമയവും ഈ തലവേദന തോന്നിക്കൽ, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഉള്ള ഒറ്റമൂലിയാണ് ഒരെണ്ണം. രണ്ടാമത് നമ്മുടെ തൊണ്ട മുതൽ ചെസ്റ്റിൻ്റെ ഭാഗം വരെയുള്ള ഭാഗത്തേക്ക് വരുന്ന കഫക്കെട്ട്, അതിനുള്ള മരുന്നാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനുള്ള രീതിയും എന്തൊക്കെയാണ് അതിന് വേണ്ടതെന്നുള്ളതാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് ചെറിയ ഉള്ളിയാണ്. ഞാനിപ്പോൾ രണ്ടാമത് പറഞ്ഞില്ല, തൊണ്ടയിൽ വരുന്ന ഇതിന് വേണ്ടിയിട്ടുള്ളത് ആദ്യം ഞാൻ പറഞ്ഞു തരാം. ചെറിയ ഉള്ളി ഒരു 3-4 ചെറിയ ഉള്ളി എടുക്കുക. കൽക്കണ്ടം, അതായത് ഇതുപോലത്തെ നല്ല ആ കട്ടയായിട്ടുള്ള കൽക്കണ്ടം തന്നെ വേണം, മറ്റേ ക്രിസ്റ്റൽ ഉപയോഗിക്കരുത്. ഈ കൽക്കണ്ടം തന്നെ മേടിക്കുക. എന്നിട്ട് ഉള്ളി നന്നായിട്ട് ചതച്ചെടുക്കുക. അതുപോലെ തന്നെ കൽക്കണ്ടം മിക്സിയിലോ അല്ലെങ്കിൽ കല്ലുണ്ടെങ്കിൽ കല്ലിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ചെയ്യേണ്ടത്, അത് ഞാനൊന്ന് കാണിച്ചു തരാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഉള്ളി ചതച്ച് നല്ല ഇതാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൽക്കണ്ടവും പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ ഉള്ളി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഉള്ളി ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 5 ഉള്ളിയോളം ഉണ്ടത്. ഇതെടുത്തിട്ട് അതിലേക്ക്
കൽക്കണ്ടം നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് അത് തിരുമ്മി ഇതുപോലെ നന്നായിട്ട് തിരുമ്മുക. എന്നിട്ട് ആവശ്യത്തിന് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഉള്ളിൽ ശരിക്കും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം നന്നായിട്ട് ഇങ്ങനെ തിരുമ്മി മിക്സ് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്കൊരു അരമണിക്കൂർ മൂടി വെക്കണം. അത് മൂടി വെച്ച് കുറച്ച് നേരം ഒന്ന് പിടിക്കണം. ആ കൽക്കണ്ടവും ഉള്ളിയും കൂടി ഒന്ന് മിക്സ് ആവാനുണ്ട്. അതൊന്നും ആയിട്ട് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയും കൽക്കണ്ടവും കൂടി മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മിശ്രിതം മരുന്ന് അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പൂൺ ഇത്ര ഈ ഒരു അളവിലെടുത്തിട്ട് ഒരു ദിവസം 3 നേരമായിട്ട് കഴിക്കാം. കഴിച്ച് അതിന് നല്ലൊരു റിസൾട്ട് ഗ്യാരണ്ടിയാണ്. എല്ലാവരും ചെയ്ത് നോക്കാമെന്നല്ല, ചെയ്ത് നോക്കണം. കഫക്കെട്ടിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും, ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മളുടെ തലയുടെ അകത്ത്, അതായത് നെറ്റി, ആ തലയുടെ പുറകുവശം, തലയുടെ ഭാഗത്തായിട്ട് വരുന്ന കഫക്കെട്ടിന്, അതായത് കഫക്കെട്ട് മൂലം നമുക്ക് തലവേദന, തലക്ക് ഭയങ്കര ഭാരം തോന്നിക്കൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കായിട്ടുള്ള ഒറ്റമൂലിയാണ് ഇനി ഞാൻ പറയുന്നത്. അതിന് വേണ്ട സാധനങ്ങൾ: പച്ചമഞ്ഞൾ, കുറച്ച് പച്ചമുളക് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുക്കുക. പച്ചമഞ്ഞൾ എടുക്കുക. പനിക്കൂർക്കയുടെ ഇല, നമ്മൾ ഈ ലവ് ബേഡ്സ് കിളിക്കൊക്കെ കൊടുക്കൂലേ അത്. പിന്നെ വേണ്ടത് പുതിനയുടെ ഇല. പിന്നെ വേണ്ടത് കുറച്ച് കല്ലുപ്പ്. ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ ആവി പിടിക്കില്ലേ, നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് ആവി പിടിക്കണം, അതുപോലെ തന്നെ ചെയ്യേണ്ടത്. നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് വെള്ളം തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്നും കൂടി നന്നായിട്ട് തിളപ്പിച്ചിട്ട്, നന്നായിട്ട് തിളക്കട്ടെ വെള്ളം. നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ വെറുതെ ആവി കൊള്ളുകയോ അല്ലെങ്കിൽ ഒരു തുണിയിട്ട് മൂടി ഇരുന്നിട്ട് ആവി കൊള്ളുകയോ ചെയ്താൽ ഒറ്റയടിക്ക് നമ്മുടെ തലയുടെ അകത്ത് ഉള്ളത് ശരിക്കും ഉരുകി, ആ കഫം ഉരുകി നന്നായിട്ട് പുറത്തേക്ക് പോരുന്നതാണ്. അത് ഞാൻ ചെയ്തു നോക്കിയതാണ്, അതുകൊണ്ടാണ് ഇത്രയും ഗ്യാരണ്ടി ആയിട്ട് പറയുന്നത്. നല്ല ഫലവത്തായിട്ടുള്ളൊരു ഒറ്റമൂലിയാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യം ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ട രീതി ഒന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ആദ്യം ഈ മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് മഞ്ഞൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് വെട്ടി തിളച്ച് നല്ല പരുവത്തിൽ നിൽക്കണ വെള്ളം, അതൊന്ന് വെള്ളമായിട്ടൊന്ന് പിടിച്ച് വന്നിട്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, അത് പനിക്കൂർക്കയുടെ ഇലയോ അല്ലെങ്കിൽ തുളസിയുടെ ഇലയോ ഇട്ടാലും നല്ലതാണ്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. എനിക്കിപ്പോൾ കിട്ടിയത് തുളസിയുടെ ഇല കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ പനിക്കൂർക്കയുടെ ഇല ഉപയോഗിച്ചത്. ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം നമുക്ക് പുതിനയുടെ ഇല അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഒരു 1.5 സ്പൂൺ കല്ലുപ്പ് കൂടി നമുക്ക് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. നന്നായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് തിളക്കും. ആവി പിടിക്കാനുള്ളതൊന്ന് മൂടി വെക്കണം, നല്ലതാണ്. അപ്പോൾ ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇതുണ്ട്, ആവി വരുന്ന രീതിയിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് അടുപ്പിൽ നിന്ന് ഇറക്കിയിട്ട് ആ മൂടി അങ്ങനെ തന്നെ ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് ഒരു തുണിയിട്ട് മൂടിയിരുന്ന് നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുത്തിട്ട് ആവി പിടിക്കണം. അതാണ് ഇതിൻ്റെ അകത്ത് മെയിൻ കാര്യം. നന്നായിട്ട് ഉള്ളിലേക്ക് വലിച്ചെടുക്കണം, മൂക്കിലൂടെയും വായിലൂടെയും അകത്തേക്ക് വലിച്ചെടുക്കുക. ആ വരുന്ന ആവി നന്നായിട്ട് വലിച്ചെടുത്ത് ഉള്ളിലേക്ക് എടുക്കുക. ഇതിങ്ങനെ ആ വെള്ളം നമുക്കൊരു ദിവസം ഒരു 2-3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഒറ്റ പ്രാവശ്യം കൊണ്ട് കളയരുത്, ഒരു 2-3 പ്രാവശ്യം കൊണ്ട് അത് ചെയ്യാവുന്നതാണ്. വെള്ളം ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞിട്ട് എടുത്ത് വെക്കുക. വീണ്ടും നമ്മൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്നും കൂടി ഒന്ന് തിളപ്പിക്കുക.
എന്നിട്ട് നമുക്ക് വീണ്ടും ആവി പിടിക്കാം. ഒറ്റ പ്രാവശ്യം ചെയ്തിട്ട് കളയരുത്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യാം. കഫക്കെട്ട് ഉള്ളവരെല്ലാവരും തീർച്ചയായിട്ടും ഇത് ചെയ്ത് നോക്കണം. നല്ലൊരു ടിപ്സാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഉടനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരുന്നതാണ്. അപ്പോൾ കാണുന്നത് വരെ ബൈ മച്ചാ.